വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGS, ബെപ്കോ LDC, അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് മുതലായ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഇപ്പോഴേ തുടങ്ങുക. അപ്പോൾ അതിനൊരു മുന്നോടിയായിട്ട് നമുക്കൊരു റാങ്ക് ഫയൽ കംപ്ലീറ്റ് ചെയ്യാം. അതിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണിത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ജീവശാസ്ത്രം. അരിസ്റ്റോട്ടിൽ. ജീവശാസ്ത്രത്തിൻ്റെ പിതാവാണ് അരിസ്റ്റോട്ടിൽ, ജന്തുശാസ്ത്രത്തിൻ്റെ പിതാവ്. അപ്പോൾ ജീവശാസ്ത്രത്തിൻ്റെയും ജന്തുശാസ്ത്രത്തിൻ്റെയും പിതാവ് അരിസ്റ്റോട്ടിലാണ്. ഹിസ്റ്റോറിയ അനിമേലിയം എന്ന ഗ്രന്ഥം എഴുതിയത് അരിസ്റ്റോട്ടിലാണ്. ജീവജാലങ്ങളെ സസ്യങ്ങളെന്നും ജന്തുക്കളെന്നും രണ്ടായി തരംതിരിച്ച ശാസ്ത്രജ്ഞൻ അരിസ്റ്റോട്ടിലാണ്. ജന്തുക്കളെ ചുവന്ന രക്തമുള്ളവയെന്നും ഇല്ലാത്തവയെന്നും രണ്ടായി തരംതിരിച്ചു. അപ്പോൾ അരിസ്റ്റോട്ടിലിനെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞത്? ജീവശാസ്ത്രത്തിൻ്റെ പിതാവ്, ജന്തുശാസ്ത്രത്തിൻ്റെ പിതാവ്, ഹിസ്റ്റോറിയ അനിമേലിയം എന്ന ഗ്രന്ഥം എഴുതി, ജീവജാലങ്ങളെ സസ്യങ്ങളെന്നും ജന്തുക്കളെന്നും തിരിച്ചു, ജന്തുക്കളെ തന്നെ ചുവന്ന രക്തമുള്ളവയും അല്ലാത്തവയും എന്ന് രണ്ടായി തരംതിരിച്ചു. ഇനി കാൾ ലിനേയസ് ആണ്. ടാക്സോണമി അല്ലെങ്കിൽ വർഗീകരണ ശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവാണ് കാൾ ലിനേയസ്. ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചതും കാൾ ലിനേയസ് ആണ്. സസ്യശാസ്ത്ര പിതാവാണ് തിയോഫ്രാസ്റ്റസ്. സസ്യശാസ്ത്രം എന്ന് പറയുമ്പോൾ ബോട്ടണിയുടെ പിതാവ് തിയോഫ്രാസ്റ്റസ്. ജന്തുശാസ്ത്രം സുവോളജിയുടെ പിതാവ് അരിസ്റ്റോട്ടിൽ. ബോട്ടണിയുടെ പിതാവ് തിയോഫ്രാസ്റ്റസ്. സസ്യങ്ങളെ ഏകവർഷികൾ, ദ്വിവർഷികൾ എന്ന് തരംതിരിച്ചത് തിയോഫ്രാസ്റ്റസ് ആണ്. തിയോഫ്രാസ്റ്റസിൻ്റെ പുസ്തകമാണ് ഹിസ്റ്റോറിയ പ്ലാന്റേറം. ഹിസ്റ്റോറിയ അനിമേലിയം എഴുതിയതാരാണ്? അരിസ്റ്റോട്ടിലാണ്. ഹിസ്റ്റോറിയ പ്ലാന്റേറം എന്ന പുസ്തകം എഴുതിയത് തിയോഫ്രാസ്റ്റസ് ആണ്. പ്ലാന്റേറം, പ്ലാന്റ്സ് എന്നാലോചിക്കുക. തിയോഫ്രാസ്റ്റസ് ബോട്ടണിയുടെ പിതാവ്. അനിമേലിയം, ആനിമൽസ്. ജന്തുശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? അരിസ്റ്റോട്ടിൽ. അങ്ങനെ ആലോചിക്കുക. ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേറം എന്ന പുസ്തകം എഴുതിയത് ജോൺ റേ ആണ്. ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേറം എന്ന പുസ്തകം എഴുതിയത് ജോൺ റേ ആണ്. സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ റേ ആണ്. ഇപ്പോൾ ജോൺ റേയെ പറ്റി രണ്ട് കാര്യങ്ങൾ പഠിച്ചു. എന്തൊക്കെയാണ്? ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേറം എന്ന പുസ്തകം എഴുതിയത് ജോൺ റേ ആണ്. അപ്പോൾ ഹിസ്റ്റോറിയ അനിമേലിയം എഴുതിയത് അരിസ്റ്റോട്ടിൽ, ഹിസ്റ്റോറിയ പ്ലാന്റേറം എഴുതിയത് തിയോഫ്രാസ്റ്റസ്. ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേറം എഴുതിയത് ആരാണ്? ജോൺ റേ ആണ്. അതുപോലെ തന്നെ സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ റേ ആണ്. ജീവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് അബയോജനസിസ്. അബയോജനസിസ് എന്ന് പറയുന്നത് എന്താണ്? ജീവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. ജീവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ശാസ്ത്രീയമായ പരീക്ഷണം ആദ്യമായി നടത്തിയ ശാസ്ത്രജ്ഞനാണ് A.I. ഒപ്പാരിൻ. അപ്പോൾ A.I. ഒപ്പാരിൻ എന്താ ചെയ്തത്? ജീവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ശാസ്ത്രീയമായ പരീക്ഷണം ആദ്യമായി നടത്തിയ ശാസ്ത്രജ്ഞനാണ് A.I. ഒപ്പാരിൻ. ജീവൻ്റെ അടിസ്ഥാന ശിലയാണ് അമിനോ ആസിഡ്സ്. ജീവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ എബയോജനസിസ് ആണ്. ജീവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ശാസ്ത്രീയമായ പരീക്ഷണം ആദ്യമായി നടത്തിയ ശാസ്ത്രജ്ഞൻ A.I. ഒപ്പാരിനാണ്. ജീവൻ്റെ അടിസ്ഥാന ശിലയാണ് അമിനോ ആസിഡ്സ്. മാംസ്യത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളാണ് അമിനോ ആസിഡ്സ്. ഭൂമിക്ക് പുറത്ത് ജീവനുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ശാസ്ത്രശാഖയാണ് എക്സോബയോളജി. എക്സോബയോളജി എന്താണ്? ഭൂമിയുടെ പുറത്ത് ജീവനുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ശാസ്ത്രശാഖ. ജീവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് അബയോജനസിസ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു ബേസിക് ഇൻഫോ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഇനി നമുക്ക് ഓരോ ടോപ്പിക്കിലേക്ക് പോവാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യത്തെ ടോപ്പിക്കാണ് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്. അതിൽ ആദ്യം പഠിക്കുന്നത് എന്താണ് കോശം, കോശത്തിൻ്റെ കുറച്ച് ഡെഫിനിഷൻസ്, അതിൻ്റെ ഡീറ്റെയിൽസ് അത് നമുക്ക് നോക്കാം. കോശം ജീവൻ്റെ അടിസ്ഥാന യൂണിറ്റാണ് കോശം. കോശം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ഹുക്ക്. അപ്പോൾ കോശം ആരാണ് കണ്ടുപിടിച്ചത്? റോബർട്ട് ഹുക്ക്.
സൈറ്റോളജിയുടെ പിതാവാണ് റോബർട്ട് ഹുക്ക്. റോബർട്ട് ഹുക്കിനപ്പോൾ 2 വിശേഷണങ്ങൾ നമ്മൾ പഠിച്ചു. എന്താണ്? കോശം കണ്ടുപിടിച്ചതും സൈറ്റോളജിയുടെ പിതാവും റോബർട്ട് ഹുക്കാണ്. മൈക്രോസ്കോപ്പിൻ്റെ സഹായത്താൽ ആദ്യമായിട്ട് കോശങ്ങളെ നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്കാണ്. മൈക്രോഗ്രാഫിയ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മൈക്രോഗ്രാഫിയ എന്ന പുസ്തകം രചിച്ചത് റോബർട്ട് ഹുക്കാണ്. ഇനി കോശത്തെ ആദ്യമായി കണ്ടെത്തിയത് റോബർട്ട് ഹുക്കാണ്. എന്നാൽ ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആൻ്റൺ വാൻ ല്യൂവാൻ ഹുക്കാണ്. ആൻ്റൺ വാൻ ല്യൂവാൻ ഹുക്ക്. സെൽ എന്ന ലാറ്റിൻ പദത്തിനർത്ഥം ചെറിയ മുറി എന്നാണ്. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് 1839 MJ സ്ലീഡനും തിയോഡർ ഷ്വാനും ചേർന്നാണ്. MJ സ്ലീഡനും തിയോഡർ ഷ്വാനും ചേർന്ന് 1839 കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ജന്തുശരീരം കോശനിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷ്വാനും സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MJ സ്ലീഡനുമാണ്. സ്ലീഡൻ സസ്യം എന്നാലോചിച്ചാൽ മതി. അപ്പോൾ ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് ആരായിരിക്കും? തിയോഡർ ഷ്വാൻ ആയിരിക്കും. ഇനി കോശ സിദ്ധാന്തം പരിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് റുഡോൾഫ് വിർഷോ. റുഡോൾഫ് വിർഷോ, ഈ പറയുന്ന 3 പേര്, അതായത് റുഡോൾഫ് വിർഷോ, തിയോഡർ ഷ്വാൻ, അതുപോലെ തന്നെ MJ സ്ലീഡൻ, ഇവർ തമ്മിൽ പരസ്പരം തിരിഞ്ഞു പോകരുത്. ഇനി കോശവിഭജനത്തിലൂടെയാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നതെന്ന് കണ്ടെത്തിയത് റുഡോൾഫ് വിർഷോയാണ്. കോശ സിദ്ധാന്തത്തെ പരിഷ്കരിച്ചത് റുഡോൾഫ് വിർഷോയാണ്. അതുപോലെ തന്നെ കോശവിഭജനത്തിലൂടെയാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നതെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനും റുഡോൾഫ് വിർഷോയാണ്. ഇനി എന്താണ് പ്രോട്ടോപ്ലാസം? കോശത്തിലെ പ്ലാസ്മ സ്തരത്താൽ ചുറ്റപ്പെട്ട കോശത്തിൻ്റെ ജീവനുള്ള ഭാഗമാണ് പ്രോട്ടോപ്ലാസം. കോശത്തിൻ്റെ ജീവനുള്ള ഭാഗമാണ് പ്രോട്ടോപ്ലാസം. ഈ പ്രോട്ടോപ്ലാസത്തെ ചുറ്റി എന്ത് കാണപ്പെടുന്നുണ്ട്? പ്ലാസ്മ സ്തരം കാണപ്പെടുന്നുണ്ട്. പ്രോട്ടോപ്ലാസം ജീവൻ്റെ കണികയാണ് എന്നാദ്യമായി പ്രസ്താവിച്ചത് TH ഹക്സ്ലിയാണ്. TH ഹക്സ്ലി. പ്രോട്ടോപ്ലാസം ജീവൻ്റെ കണികയാണെന്ന് ആദ്യമായി പ്രസ്താവിച്ചത് TH ഹക്സ്ലിയാണ്. മനുഷ്യരിൽ ഏറ്റവും അധികം ജീവിത ദൈർഘ്യമുള്ള കോശങ്ങളാണ് നാഡീകോശങ്ങൾ. കോശ സിദ്ധാന്തം ബാധകമല്ലാത്ത ജീവവിഭാഗം ഏതാണ്? വൈറസുകളാണ്. വൈറസുകൾക്ക് കോശവിഭജനം എന്തല്ല? ബാധകമല്ല. കോശത്തിൻ്റെ ഘടന ആദ്യമായി ചിത്രീകരിച്ച പുസ്തകമാണ് മൈക്രോഗ്രാഫിയ. മൈക്രോഗ്രാഫിയ എഴുതിയതാരാണ്? റോബർട്ട് ഹുക്കാണ്. ഒരൊറ്റ കോശത്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ജീവികളെ ഏകകോശ ജീവികൾ എന്നറിയപ്പെടുന്നു. ഉദാഹരണം അമീബ, പാരമീസിയം, യൂഗ്ലീന, ബാക്ടീരിയ. ഒന്നിൽ കൂടുതൽ കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ജീവികളെ ബഹുകോശ ജീവികൾ എന്നറിയപ്പെടുന്നു. ഉദാഹരണം മനുഷ്യൻ. കോശപ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രമാണ് ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം. കോശത്തിൻ്റെ മസ്തിഷ്കം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ് ആണ്. റോബർട്ട് ബ്രൗൺ ആണ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്. റോബർട്ട് ബ്രൗൺ ആണ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്. ഏത് വർഷം? 1831. ഇനി ഈ പറയുന്ന ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരുപാളികളുള്ള സ്തരമാണ് മർമ്മസ്തരം. ഓക്കെ, അപ്പം ന്യൂക്ലിയസിനെ ആവരണം ചെയ്ത് കാണുന്ന ഇരുപാളികളുള്ള സ്തരത്തെ പറയുന്ന പേരാണ് മർമ്മസ്തരം എന്ന് പറയുന്നത്. മർമ്മസ്തരത്തിലെ സുഷിരങ്ങളാണ് മർമ്മരന്ധ്രങ്ങൾ അല്ലെങ്കിൽ ന്യൂക്ലിയർ പോഴ്സ് എന്ന് പറയും. മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നത് ഈ പറയുന്ന മർമ്മരന്ധ്രങ്ങളാണ്. ഗോളാകൃതിയിൽ കാണപ്പെടുന്ന മർമ്മത്തിൻ്റെ ഭാഗമാണ് മർമ്മകം. റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മർമ്മഭാഗമാണ് മർമ്മകം, ന്യൂക്ലിയോലസ്. മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ് മർമ്മദ്രവ്യം. ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങൾ പ്രൊകാരിയോട്ടിക് കോശങ്ങൾ. ഉദാഹരണങ്ങൾ ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. ന്യൂക്ലിയസോട് കൂടിയ കോശങ്ങളാണ് യൂക്യാരിയോട്ടിക് കോശങ്ങൾ, അതായത് അമീബ, ജന്തുക്കൾ, സസ്യങ്ങൾ. അപ്പോൾ നമുക്കൊക്കെ ന്യൂക്ലിയസ് ഉള്ള ശരീരമാണ്, കോശങ്ങളാണ് ഉള്ളത്. ഉള്ളിലകപ്പെടുന്ന ബാക്ടീരിയ പോലുള്ള ജീവികളെ ദഹിപ്പിക്കാൻ കഴിവുള്ള കോശങ്ങളാണ് ഫാഗോസൈറ്റുകൾ.
കോശത്തിലെ പ്രവർത്തിയെടുക്കുന്ന കുതിരകൾ എന്നറിയപ്പെടുന്നത് മാംസ്യമാണ്. കുതിരകൾ, പ്രവർത്തിയെടുക്കുന്ന കുതിരകൾ പ്രോട്ടീനുകളാണ്. പ്രോട്ടീനിൻ്റെ അടിസ്ഥാന ഘടകമാണ് അമിനോ ആസിഡ്സ്. ഏറ്റവും ചെറിയ കോശമുള്ള ജീവിവർഗമാണ് ബാക്ടീരിയ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രക്തകോശങ്ങൾ അരുണരക്താണുക്കളാണ്. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശങ്ങൾ അരുണരക്താണുക്കളാണ്, 120 ദിവസം. പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ മാംസ്യ സംശ്ലേഷണം നടക്കുന്ന കോശഭാഗം റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മർമ്മഭാഗം ഏതാണ്? മർമ്മകം. റൈബോസോമുകളിൽ കാണപ്പെടുന്ന ന്യൂക്ലിക് ആസിഡാണ് റൈബോസോമൽ RNA. കോശഭിത്തി സെല്ലുലോസ് എന്ന പദാർത്ഥം കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. സെല്ലുലോസ് എന്ന പദാർത്ഥം കൊണ്ടാണ്. സസ്യകോശങ്ങളിലാണ് കോശഭിത്തി കാണപ്പെടുന്നത്. സസ്യകോശങ്ങളിൽ കോശഭിത്തി കാണപ്പെടുന്നുണ്ട്. കോശഭിത്തിയിൽ അടങ്ങിയിരിക്കുന്നത് കാൽസ്യം, മഗ്നീഷ്യം എന്നീ മൂലകങ്ങളാണ്. കോശത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് കോശസ്തരം. പദാർത്ഥങ്ങൾ കോശത്തിനകത്തേക്കും പുറത്തേക്കും പോകുന്നത് നിയന്ത്രിക്കുന്നത് കോശസ്തരമാണ്. കോശത്തെ സമീപ കോശങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന ജീവസ്തരങ്ങളെയാണ് വരണതാര്യസ്തരങ്ങൾ എന്ന് പറയുന്നത്. കോശത്തിൻ്റെ പവർ ഹൗസ് ആണ് ഏതെന്ന് പറയുന്നത്? മൈറ്റോകോൺട്രിയ. കോശത്തിൻ്റെ കെമിക്കൽ ഫാക്ടറി മൈറ്റോകോൺട്രിയ. കോശത്തിലെ ആത്മഹത്യാ സഞ്ചികൾ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ബാഗ്, ഡെമോലിഷൻ സ്ക്വാഡ് എന്നൊക്കെ അറിയപ്പെടുന്നത് ലൈസോസോമാണ്. കോശത്തിൻ്റെ എനർജി കറൻസി അല്ലെങ്കിൽ ഊർജ നാണയം ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. കോശത്തിൻ്റെ മസ്തിഷ്കം ന്യൂക്ലിയസ് ആണ്. കോശത്തിലെ ട്രാഫിക് പോലീസ് ഗോൾഗി കോംപ്ലക്സ്. കോശത്തിലെ പ്രോട്ടീൻ ഫാക്ടറി റൈബോസോം. പവർ ഹൗസ് മൈറ്റോകോൺട്രിയ, പ്രോട്ടീൻ ഫാക്ടറി റൈബോസോം. കോശസ്തരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ലിപ്പിഡ്സും പ്രോട്ടീനും കൊണ്ടാണ്. കോശസ്തരത്തിൻ്റെ ഘടനയെക്കുറിച്ചുള്ള ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ അവതരിപ്പിച്ചത് സിംഗർ ആൻഡ് നിക്കോൾസൺ എന്നിവരാണ്. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നു. ഈ ജീവദ്രവ്യത്തിൽ മർമ്മമൊഴികെയുള്ള ഭാഗം, ന്യൂക്ലിയസ് ഒഴികെയുള്ള ഭാഗമാണ് കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് പറയപ്പെടുന്നത്. പ്രോട്ടോപ്ലാസം എന്ന പദം രൂപീകരിച്ചത് J.E. പർക്കിൻജിയാണ്. അതായത് ജീവദ്രവ്യം പ്രോട്ടോപ്ലാസം എന്ന പദം രൂപീകരിച്ചത് J.E. പർക്കിൻജി ആണ്. മനുഷ്യ ശരീരത്തിൽ പൊതുവായി കണ്ടെത്തിയ കോശത്തിൻ്റെ ആകൃതിയാണ് സ്കൂട്ടോയിഡ്. കോശത്തിനുള്ളിൽ പദാർത്ഥങ്ങൾ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിലൂടെയാണ് അല്ലെങ്കിൽ അന്തർദ്രവ്യജാലികയിലൂടെയാണ്. കോശത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ്. ATP നിർമ്മാണത്തിനാവശ്യമായ മൂലകങ്ങളാണ് നൈട്രജനും ഫോസ്ഫറസും. ATP നിർമ്മാണത്തിനാവശ്യമായ മൂലകങ്ങളാണ് നൈട്രജനും ഫോസ്ഫറസും. ഓക്സിജനെയും പോഷക ഘടകങ്ങളെയും ഊർജമാക്കി മാറ്റുന്ന കോശാംഗമാണ് മൈറ്റോകോൺട്രിയ. കോശശ്വസനം, ATP സംശ്ലേഷണം എന്നിവ നടക്കുന്നത് മൈറ്റോകോൺട്രിയയിലാണ്. കോശശ്വസനത്തിലെ ഓക്സിജൻ ആവശ്യമില്ലാത്ത ഘട്ടമാണ് ഗ്ലൈക്കോളിസിസ്. ഇത് കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. കോശശ്വസനത്തിലെ ഓക്സിജൻ ആവശ്യമില്ലാത്ത ഘട്ടം ഗ്ലൈക്കോളിസിസ് ആണ്. കോശശ്വസനത്തിലെ ഓക്സിജൻ ആവശ്യമായ ഘട്ടം ക്രബ്സ് പരിവൃത്തിയാണ്. ക്രബ്സ് പരിവൃത്തി നടക്കുന്നത് മൈറ്റോകോൺട്രിയയിലാണ്. കോശത്തിലെ സ്തരമില്ലാത്ത കോശാംഗമാണ് റൈബോസോം. ജോർജ് എമിൽ പലേഡാണ് റൈബോസോം കണ്ടെത്തിയത്. ജോർജ് എമിൽ പലേഡ്. ലൈസോസോം കണ്ടെത്തിയത് ക്രിസ്റ്റ്യൻ ഡി ഡ്യുവെ. ക്രബ്സ് പരിവൃത്തി കണ്ടെത്തിയത് ഹാൻസ് അഡോൾഫ് ക്രബ്സ് ആണ്. ന്യൂക്ലിയസിനുള്ളിൽ കെട്ടുപിണഞ്ഞു കാണപ്പെടുന്ന ശൃംഖലയാണ് ക്രോമാറ്റിൻ റെറ്റിക്കുലം. കോശവിഭജന സമയത്ത് ക്രോമസോമുകളായി മാറുന്ന കോശങ്ങളാണ് ക്രോമാറ്റിൻ റെറ്റിക്കുലം. കോശത്തിലെ 2 തരം ന്യൂക്ലിക് ആസിഡുകളാണ് DNA യും RNA യും.
അടുത്ത ടോപ്പിക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. താങ്ക്